മുനമ്പത്തെ ഭൂമി 1948 സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് വാങ്ങുകയായിരുന്നു സേഠിന്റെ മകൻ മുഹമ്മദ് സിദ്ദിഖ് സേഠ്. ഇത്രയും കുടുംബങ്ങൾ അവിടെയുണ്ടെന്ന് 1902 കരാറിൽ തന്നെ പറയുമ്പോൾ അതെങ്ങനെ സാധിക്കും എന്ന ചോദ്യം ഉയരും. എന്നാൽ 1950 നവംബർ 1 ഭൂമി രജിസ്റ്റർ ചെയ്ത് ഫറൂഖ് കോളേജിന് കൈമാറിയത് വഖഫ് ഡീഡായിട്ടാണ്. കാലങ്ങളായി അവിടെ താമസിച്ചിരുന്നവർക്ക് കൈവശാവകാശ രേഖ കിട്ടുകയോ ഭൂനികുതി അടയ്ക്കാൻ സാധിക്കുകയോ ചെയ്തിരുന്നില്ല. കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ തന്നെ പുറത്ത് ധാരണയിലെത്തി. ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കൈവശക്കാർക്ക് തീറാധാരം നൽകി. അങ്ങനെ ഭൂമി ലഭിച്ചവർ കരമടച്ച് അനുഭവിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് വഖഫ് വസ്തുവാണെന്ന തർക്കം വീണ്ടും ഉയരുന്നത്. അന്ന് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് മുൻ ജില്ലാ ജഡ്ജായ MA നിസാറിനെ സർക്കാർ അന്വേഷണ കമ്മീഷനായി നിയമിക്കുന്നത്. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഭൂമി വഖഫ് ആണ് എന്നായിരുന്നു. കോളേജ് മാനേജ്മെന്റ് ഭൂമി തീറാധാരം ചെയ്ത് ബോർഡിനെ അറിയിക്കാതെ നിയമവിരുദ്ധമായി ആണെന്നും കമ്മീഷൻ റിപ്പോർട്ട് നൽകി. ഭൂമി വഖഫ് ബോർഡ് അധീനതയിലേക്ക് മാറ്റണമെന്നുമായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ.